മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും. കർമ്മരംഗത്ത് കാര്യക്ഷമമായി മുന്നോട്ടു പോകാനാകുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കും. സന്താനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ബിസിനസ് രംഗത്തും നേട്ടങ്ങൾ ഉണ്ടാകും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും. യാത്രകൾ വേണ്ടി വന്നേക്കാം. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും. സാംസ്കാരിക രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യത കാണുന്നുണ്ട്. ഉഷ്ണരോഗങ്ങളും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും വന്നുപെട്ടേക്കാം. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക. ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ അനുയോജ്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്നതാണ്. ആശയവിനിമയം വർദ്ധിക്കും. ആത്മവിശ്വാസ കൂടുതലും അനുഭവപ്പെടുന്നതാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. കഠിനാധ്വാനത്താൽ പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങളും വന്നുചേരും. കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ്. സാംസ്കാരിക രംഗത്ത് പുതിയ അവസരങ്ങളും വന്നുചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. ദമ്പതികളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ധൈര്യത്തോടെ മുന്നോട്ടു പോകാനാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. സാഹിത്യരചനയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗ്രന്ഥകാരന്മാർക്കും നല്ല നേട്ടങ്ങൾ ലഭിക്കും. ഉദര സംബന്ധമായ അസ്വസ്ഥതകളും പല്ല്, കണ്ണ് സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട്. മഹാദേവന് ധാര, ഓം ഗം ഗണപതയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ജപിക്കുകയും ചെയ്യുക. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അച്ഛനിൽ നിന്നും സഹായങ്ങളും ഉണ്ടാകും. കലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിൽക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയക്കാർ തൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. കർമ്മരംഗത്ത് തൻ്റെ കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിനും കാര്യക്ഷമമായി മുന്നോട്ടു പോകാനും ആകും. സർക്കാർ മേഖലയിൽ ഗുണകരമായിരിക്കും. തൊഴിലിടത്ത് വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ദമ്പതികൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിരിക്കും. വാതരോഗങ്ങൾ അലട്ടാം. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടായേക്കാം. അയ്യപ്പസ്വാമിക്ക് എള്ളു പായസം, ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയം വർദ്ധിക്കും. ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും. കഠിനാധ്വാനത്താൽ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനാകും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. സ്ഥാനക്കയറ്റം, ഉയർച്ച, ദൂരയാത്രകൾ എന്നിവ വേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. പരീക്ഷകളിൽ വിജയിക്കാനും ആകും. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടായേക്കാം. ഗണപതിക്ക് കറുകമാലയും ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ എന്നിവയും സമർപ്പിക്കുക.
ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. ആശയവിനിമയ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതുവരെ ഉണ്ടായിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. കർമ്മരംഗത്ത് അധികാരികളുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനാകും. ബിസിനസ് രംഗത്തും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ശത്രുശല്യം വർദ്ധിക്കാം. ആത്മീയ താല്പര്യങ്ങളും വർദ്ധിക്കും. പിടിവാശി ഒഴിവാക്കേണ്ടതാണ്. പിതൃസ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം നേരിടും. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക. നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും. ഗണപതിക്ക് നാളികേരം ഉടച്ചും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക. കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും. എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനാകും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. ഉന്നത വ്യക്തികളുമായി ബന്ധം പുലർത്താനും ആകും. ദേഷ്യം നിയന്ത്രിക്കുക. മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട് പ്രശ്നങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുകയും ചികിത്സകൾ ആവശ്യമായും വന്നേക്കാം. ഉറക്കക്കുറവ്, ധനച്ചിലവുകൾ എന്നിവ ഉണ്ടാകുന്നതാണ്. മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന, ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിക്കുക. തുലാക്കൂറ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അനാവശ്യ ചിലവുകൾ വന്നു ചേരും. കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. കർമ്മരംഗത്ത് ദൂരയാത്രകൾ വേണ്ടിവരും. തൊഴിൽ മാറ്റം, ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം. ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുകൂല വാരമാണ്. വിദേശ വിപണനവും സാധ്യമാകും. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. തർക്കങ്ങൾക്ക് ഇടം നൽകരുത്. സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും. സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാനുള്ള അവസരവും ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ഉഷ്ണരോഗങ്ങളും ഉദര സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക. വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പലവിധ ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. ധനഭാഗ്യത്തിന് ഇടയാകും. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. സർക്കാരിൽ നിന്നും കിട്ടേണ്ട കുടിശ്ശികകൾ ലഭിക്കുന്നതാണ്. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കും. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കും. സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഗുണകരമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തിളങ്ങാനാകും. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ്. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മാനസിക സംഘർഷങ്ങളും വർദ്ധിക്കും. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും അയ്യപ്പസ്വാമിക്ക് എള്ള് പായസം എന്നിവ സമർപ്പിക്കുക. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച, സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനിടയുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്.
സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അച്ഛനിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും. അപ്രതീക്ഷിത ധനാഗമനത്തിനും ഇടയാകും. എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും. കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും. ശ്വാസം മുട്ട്, നെഞ്ചെരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ആഞ്ജനേയന് വെറ്റിലമാല സമർപ്പിക്കുക. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകാനിടയുണ്ട്. കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അച്ഛൻ്റെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. ആത്മവിശ്വാസത്തോടെയും അർപ്പണ മനോഭാവത്തോടെയും മുന്നോട്ടു പോകാനാകും. എന്നാൽ എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യങ്ങൾ സാധിക്കുന്നതാണ്. കലാരംഗത്ത് തിളങ്ങാനാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ ഇടയിൽ താൽപ്പര്യം വർദ്ധിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം. ശ്വാസം മുട്ട്, അലർജി പ്രോബ്ലംസ് എന്നിവ അലട്ടാനിടയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും. വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാനാകും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. മറ്റുള്ളവരുമായി തർക്കങ്ങൾക്ക് ഇട നൽകരുത്. സർക്കാർ സർവീസിൽ ഉള്ളവർ കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ബിസിനസ് രംഗത്തായാലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷം പങ്കിടാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും. കലാരംഗത്ത് തിളങ്ങി നിൽക്കാനുമാകും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപകടങ്ങളോ പൊള്ളൽ എന്നിവ ഉണ്ടായേക്കാം. നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ മാനസിക പ്രയാസങ്ങളും ഉണ്ടാകാനിടയുണ്ട്. യോഗ ഗുണകരമായിരിക്കും. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാഭിഷേകവും ഉത്തമമാണ്. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചുപറ്റാനാകും. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. ധനസമ്പാദനത്തിനായി വളഞ്ഞ വഴികൾ തിരഞ്ഞെടുക്കാതിരിക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ബിസിനസ് രംഗത്ത് പാർട്ട്നേഴ്സുമായി യോജിച്ച് കാര്യക്ഷമമായി മുന്നോട്ടു പോകാനാകും. ശത്രുശല്യം വർദ്ധിക്കാം. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. രാഷ്ട്രീയക്കാരെ ജനങ്ങൾ അംഗീകരിക്കുന്നതാണ്. ശരീരത്തിന് ക്ഷീണം, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും. അയ്യപ്പസ്വാമിക്ക് നെയ്യ് അഭിഷേകം, ശിവക്ഷേത്രത്തിലെ കെടാവിളക്കിൽ എണ്ണയും സമർപ്പിക്കുക.